നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂച്ച പോലും പെറ്റുകിടക്കാൻ നാണിക്കുന്ന ഒരു ഖജനാവാണ് കേരളത്തിനുള്ളത്. ശമ്പളവും പെൻഷനും എല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. മലയാളി മുണ്ട് മുറുക്കി ഉടുത്തു തന്നെയാണ് ജീവിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ധൂർത്തിന് ഒരു കുറവുമില്ല. മുഖ്യമന്ത്രിക്ക് വേണ്ടി ബ്രോക്കർ പണിയെടുക്കുന്ന KV തോമസിന് ഇപ്പോൾ നല്ല കാലമാണ്. കാരണം PSC അംഗങ്ങളുടെ ശമ്പള വർധനവിന് പിന്നാലെ കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി KV തോമസിന്റെ യാത്രാ ഭത്ത ഉയർത്താൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. പ്രതിവർഷത്തെ തുക 11.31 ലക്ഷമാക്കാനാണ് പൊതുഭരണ വകുപ്പിന്റെ ശുപാർശ. ഇതിനു മാത്രം കേരളത്തിന് വേണ്ടി ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് KV തോമസ് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് മലയാളി ചോദിക്കുന്നത്. ഡൽഹിയിലെ കേരള ഹൌസിൽ ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി ബ്രോക്കർ പണിയെടുക്കലാണ് KV തോമസിന്റെ പ്രധാന പണി. അതായത് മോദിയുമായി ഒരു പാലം പിണറായിക്ക് ഇട്ടുകൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞു വെടിപ്പാക്കുന്ന ആൾ, അതാണ് KV തോമസ്. ലാവ്ലിൻ കേസിന്റെ വാർത്തകൾ ഉയരുമ്പോഴും അതുപോലെ തന്നെ വീണയുടെ കേസ് അന്വേഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾ ചർച്ചയാക്കുമ്പോഴുമൊക്കെ KV തോമസ് ഉടനെ മോദിയെ കാണാൻ പോകും. അങ്ങനെ പിണറായിക്ക് വേണ്ടി ബ്രോക്കർ പണിയെടുക്കലാണ് KV തോമസിന്റെ പ്രധാന പണി. ഈ KV തോമസിന്റെ യാത്രാബത്ത ഉയർത്താനാണ് പിണറായിക്ക് ഉത്സാഹം. ബുധനാഴ്ച ചേർന്ന സബ്ജക്ട് കമ്മിറ്റി യോഗത്തിലാണ് വിഷയം വന്നത്. 5 ലക്ഷം രൂപയായിരുന്നു സംസ്ഥാന ബജറ്റിൽ KV തോമസിന് യാത്രാബത്തയായി അനുവദിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം 6.31 ലക്ഷം രൂപ ചിലവായതിനാൽ 5 ലക്ഷം രൂപ പോരെന്നും 11.31 ലക്ഷം വേണമെന്നും ധനവകുപ്പിനോട് പൊതുഭരണ വകുപ്പിന്റെ പ്രോട്ടോകോൾ വിഭാഗം ശുപാർശ ചെയ്യുകയായിരുന്നു. ഓണറേറിയം ഇനത്തിൽ പ്രതിവർഷം ലക്ഷങ്ങൾ KV തോമസിന് ലഭിക്കുന്നുണ്ട്. ഇതിന് പുറമെയാണ് യാത്രാബത്ത ഇരട്ടിയാക്കാനുള്ള നിർദ്ദേശം. വെറുതെയല്ല വലതിൽ നിന്ന് ഇടതിലേക്ക് KV തോമസ് ഇങ്ങി ചാടിയത്. പിണറായിക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ കീശ നിറയെ കാശ് വീഴുമെന്ന് KV തോമസിന് അറിയാം. എന്നാൽ ഈ KV തോമസ് കേരളത്തിന് വേണ്ടി അവിടെ ഇരുന്നു കൊണ്ട് എന്തു പുളുത്തുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പരിഹാസം വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസുമായി ഇടഞ്ഞ് CPM-നൊപ്പം കൂടിയ KV തോമസിനെ 2023 ജനുവരിയിലാണ് ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി നിയോഗിച്ചത്. 5 ജീവനക്കാരാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ളത്. പ്രൈവറ്റ് സെക്രട്ടറി, അസിസ്റ്റന്റ്, ഓഫീസ് അറ്റൻഡന്റ്, ഡ്രൈവർ എന്നിങ്ങനെയാണ് നിയമനം. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി 12.25 ലക്ഷം രൂപ KV തോമസിന് ഓണറേറിയം നൽകിയതും ആരോപണത്തിനിടയാക്കിയിരുന്നു. ക്യാബിനറ്റ് റാങ്ക് നൽകിയുള്ള KV തോമസിന്റെ നിയമനം അനാവശ്യ ചെലവാണെന്ന് പ്രതിപക്ഷം നിരന്തരം ആരോപണം ഉയർത്തിയിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസമാണ് PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം ആനുകൂല്യവും പരിഷ്കരിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത്. ചെയർമാന്റെ ശമ്പള സ്കെയിൽ ജില്ലാ ജഡ്ജിമാരുടെ പരമാവധി സൂപ്പർ ടൈം സ്കെയിലിനും അംഗങ്ങളുടേത് ജില്ലാ ജഡ്ജിമാരുടെ പരമാവധി സെക്ഷൻ ഗ്രേഡിനും സമാനമായി പരിഷ്കരിക്കാനാണ് തീരുമാനം. 2,24,100 രൂപയാണ് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിൽ പരമാവധി അടിസ്ഥാന ശമ്പളം. ഈ നിരക്കിൽ ചെയർമാന്റെ ശമ്പളം നിലവിൽ 2.60 ലക്ഷത്തിൽ നിന്ന് 4 ലക്ഷത്തിലധികമായി ഉയരും. അംഗങ്ങളുടെ അടിസ്ഥാന ശമ്പളം 2,19,090 രൂപയാണ് ഉയരുന്നത്. അവർക്കും ആനുകൂല്യങ്ങളടക്കം 4 ലക്ഷം രൂപ വരെ ലഭിക്കും. 2.42 ലക്ഷമാണിപ്പോൾ ആനുകൂല്യങ്ങളടക്കം ലഭിക്കുന്നത്. KV തോമസിന്റെ യാത്രാബത്ത ഉയർത്തിയത് വലിയ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. എന്നിട്ടും അതൊന്നും കണക്കാക്കാതെയാണ് സർക്കാരിന്റെ ഈ ധൂർത്ത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.